സ്നേഹാർദ്രം. രചന മാരിജൻ. അവതരണം സിദ്ധി. ശിവന്റെ കാര്യമോർത്ത. ശിവേട്ടൻ എന്തു പറ്റിയെന്ന് അറിയില്ല കുട്ടി. കുറച്ചു ദിവസമായി ഇവിടെ മേളമാണ്. മുമ്പ് 10-11 മണിയൊക്കെ ആകുമ്പോൾ മദ്യപിച്ച് ലക്കുകെട്ടാണ് കയറി വരിക. ഇപ്പോൾ 7 മണിയാകുമ്പോൾ വീട്ടിൽ വരും. ഒരു ഫോണും പിടിച്ച് ഇവിടെയൊക്കെ നടക്കുന്ന കാണാം. കുറച്ചു കഴിയുമ്പോൾ ആരോ ഫോൺ ചെയ്യും. അത് കഴിഞ്ഞ് കയറി വന്നാൽ പിന്നെ ആകെ ദേഷ്യമാണ്. ആകെ വട്ടുപിടിച്ച പോലെ നടക്കുന്ന കാണാം. ആരോ വിളിച്ച് ഭീഷണിപ്പെടുത്തും പോലെയാണ് തോന്നിയേ. ഇന്നലെ തന്നെ രാവിലെ കുളിച്ചു കുട്ടപ്പനായി പുതിയ ഉടുപ്പൊക്കെ ഇട്ട് അമ്പലത്തിൽ പോയി. ഉച്ചയായപ്പോൾ മുറുമുറുത്ത് കയറി വരുന്ന കണ്ടു. ഊണ് വിളമ്പിയപ്പോൾ എന്റെ കൈതട്ടി കുറച്ച് വെള്ളം ഉടുപ്പിൽ വീണു. വേറെ ഷർട്ട് മാറിയിട്ട് പോകാൻ പറഞ്ഞതാ ഞാൻ. എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. അതും പോരാന് പാതിരാത്രി പോയി കുറെ കുപ്പിവെള്ളം വാങ്ങിക്കൊണ്ടു വന്നു. ചോദിച്ചപ്പോൾ പറയുക ഓട്ടോയ്ക്ക് ഇടാനാണെന്ന്. ചിരി പുറത്തു വരാതിരിക്കാൻ ഞാൻ പാടുപെടുന്നുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ മുതൽ ശിവേട്ടൻ അമ്പലത്തിലുണ്ടായിരുന്നോ? പിന്നല്ലാതെ അവന്റെ കുറെ കൂട്ടുകാരന്മാർ രാവിലെ വന്നിരുന്നു. കള്ളു കുടിക്കാൻ വിളിക്കാനാ. രാവിലെ അമ്പലത്തിൽ പോകേണ്ട ആവശ്യമുണ്ട്, ഉച്ചകഴിഞ്ഞ് എത്താമെന്ന് പറയുന്നത് ഞാൻ കേട്ടതാ. ഉച്ചയ്ക്ക് അവന്മാർ വന്നപ്പോൾ ഇന്ന് വരാൻ പറ്റില്ലെന്ന് പറയുന്നതും കേട്ടു. സത്യം പറഞ്ഞാൽ സന്തോഷം തോന്നി. സാധാരണ ഉത്സവത്തിന് ഞാൻ മാത്രമേ ഇവിടെ കാണൂ. ശിവൻ രാവിലെ കൂട്ടുകാരുടെ കൂടെ പോകും. കുടിച്ചു കൂത്താടിയിറന്ന് പിറ്റേന്ന് ഉച്ചയോടെയാണ് എത്തൂ. ആഹാ, അത് കൊള്ളാലോ. അപ്പോ പിന്നെ ഇപ്രാവശ്യം അപ്പച്ചിക്ക് സന്തോഷമായില്ലേ? എന്ത് സന്തോഷം! കൂട്ടുകാരെ പറഞ്ഞു വിട്ടിട്ട് ആ കലിമുഴ എന്നോടാ തീർത്തി. ദേവേട്ടനെയും കുറെ വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ശിവേട്ടൻ എന്നും മദ്യപിക്കുമോ? പണ്ടൊക്കെ മദ്യപിച്ചിട്ടാ വരുന്നത്. ഇപ്പൊ അത് മാറി. ആ ഫോം വന്ന ശേഷം മദ്യപാനം തുടങ്ങുക. അത് ശരി. എന്തായാലും അപ്പച്ചി വിഷമിക്കേണ്ട. ശിവേട്ടനെ ആര് ഭീഷണിപ്പെടുത്താനാ? അതാ മോളെ എനിക്കും മനസ്സിലാവാത്തത്. അവന്റെ മുന്നും പിന്നും നോക്കാത്ത സ്വഭാവം കാരണം ഒരുമാതിരി ആരും അവനോട് വഴക്കിടാൻ ചെല്ലാറില്ല. പിന്നെ ഇതെന്തു പറ്റിയെന്നാ? അപ്പച്ചി അത് പറഞ്ഞു തീർത്തിയതും പുറത്തൊരു ഓട്ടോയുടെ ശബ്ദം കേട്ടു. ആഹാ, വന്നല്ലോ കഥാനായകൻ. ഞാനത് പറഞ്ഞതും അപ്പച്ചിക്ക് ചിരി പൊട്ടി. അപ്പോഴേക്കും ആൾ അകത്തു വന്നു. ഞാൻ തിരിഞ്ഞു നോക്കാനേ പോയില്ല. എന്താ മോനെ? അപ്പച്ചി ചോദിച്ചു. അത് പിന്നെ ചായ കുടിക്കാൻ വന്നതാ. ചായയോ? അത് നീ സാധാരണ ഇവിടെ നിന്നല്ല ചായ കുടിക്കുന്നേ. ഇവിടുന്ന് ചായ കുടിച്ചാൽ എന്താ കുഴപ്പം? എനിക്കൊരു ചായ ഇട്ട് തരാൻ അമ്മയ്ക്ക് വയ്യേ? പിന്നെ അപ്പച്ചി ഒന്നും മിണ്ടിയില്ല. മോളിരിക്കെ, ഞാൻ ചായ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് അപ്പച്ചി അടുക്കളയിലേക്ക് പോയി. അപ്പച്ചി പോയെന്ന് ഉറപ്പായതും ശിവേട്ടൻ തുടങ്ങി. നിന്നെ ഇങ്ങനെ അഴിച്ചുവിട്ടേക്കുവാണടി? അതേലോ. എന്താ, കെട്ടിയിടാൻ വല്ല ഉദ്ദേശമുണ്ടോ? ഉണ്ടെങ്കിൽ പറ, ഞാൻ ഇവിടെ വന്ന് നിന്ന് തരാം. ഡീ എന്ന് വിളിച്ചുകൊണ്ട് കൈ ചുരുട്ടി എന്റെ നേരെ വന്നു. ഞാൻ നോക്കിയപ്പോൾ ഛേ എന്ന് പറഞ്ഞ് മുഖം തിരിച്ചു. ഇവിടെ രാത്രി മദ്യപാനമുണ്ടല്ലേ? ഉവ്വ്, ഞാൻ കുടിക്കുമടി. എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ കുടിക്കും. അത് ചോദിക്കാൻ നീയാരാ പുല്ലേ? താലി ഞാനെടുത്ത് കഴുത്തിലേക്ക് ഇടണോ? ഞാനത് ചോദിച്ചതും പല്ല് കടിച്ചുകൊണ്ട് എനിക്കെതിരെ ഒരു കസേര കുറച്ച് ശബ്ദത്തോടെ വലിച്ചു നീക്കി ഒറ്റയായിരുന്നു. അപ്പോഴേക്കും അപ്പച്ചി ചായയുമായി എത്തി. രണ്ടാൾക്കും ചായ തന്നു. ഞാൻ ചായ കുടിക്കാൻ തുടങ്ങിയപ്പോഴാണ് അപ്പച്ചി ഒരു പൊതി ഒറ്റാനെ നേരെ നീട്ടിയത്. ദാമോനെ, അമ്പലത്തിലെ പൂജാരിയെ കൊണ്ട് ജപിച്ച് വാങ്ങിച്ച ചരടാ. ഇത് കയ്യിൽ കെട്ടിയാൽ പേടിയും വിഷമമൊക്കെ മാറും. അതിന് എനിക്ക് പേടിയുണ്ടെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? ഒറ്റ എന്നെ ഇടം കണ്ടിട്ട് നോക്കി അപ്പച്ചിയുടെ നേരെ ചാടി. അമ്മമാർക്ക് മക്കളെ അറിയാൻ ആരെങ്കിലും പറയണോ? എന്തോ പേടി കൊണ്ട് എന്റെ കുട്ടിയുടെ മനസ്സിലിളയിരിക്കുക. അതാ പാതിരാത്രി ഓട്ടോയ്ക്കിടാൻ വളയൊക്കെ വാങ്ങാൻ പോയെ. ഞാൻ നോക്കുമ്പോഴേക്കും ഒറ്റയാന്റെ മുഖത്ത് ദേഷ്യമുണ്ടെന്നുള്ളൂ. കൂടുതൽ തെളിഞ്ഞു നിൽക്കുന്ന ചമ്മലാണ്. ചിരി പിടിച്ചു വെച്ചിരിക്കുന്നത് കാരണം എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. ഒറ്റയാൻ എന്റെ മുഖത്തോട്ട് നോക്കിയതും ഞാനൊന്ന് ആക്കി ചിരിച്ചു. ഒറ്റയാന്റെ മുഖത്താണ് എന്നെ ഇപ്പൊ കറിവെച്ച് കൊടുത്താൽ പുള്ളി ചോറില്ലാതെ കഴിക്കും ആ ഭാവം. ഏത് അമ്പലത്തിൽ പൂജിച്ചതാ അപ്പച്ചി? ഇവിടെ അടുത്തുള്ള ഭദ്രാദേവി ക്ഷേത്രത്തിലാ മോളെ. അപ്പച്ചിയുടെ നിഷ്കളങ്കമായ മറുപടി. ഭദ്രാദേവിയാണോ? അപ്പോ പിന്നെ ഫലം ഉറപ്പല്ലേ? അതും പറഞ്ഞ് ഞാൻ ഒരാളെ ഒന്ന് പാളി നോക്കി. ഇഞ്ചി കടിച്ച ഭാവം. എന്നാൽ ശരി അപ്പച്ചി, ഞാൻ പോട്ടെ. അതും പറഞ്ഞ് ഞാൻ ഇറങ്ങി. അന്നത്തോടെ രാത്രി 8 മണിക്ക് ഫോൺ ചെയ്യുന്ന പരിപാടി നിർത്തി. ഒരു 11 മണിയായപ്പോഴാ വിളിച്ചത്. നിനക്കെന്താടി പാതിരാത്രി ആയാലും ഉറക്കമില്ല? ഇല്ലല്ലോ. എന്റെ കെട്ടിയോനെ കുറിച്ച് ഓർക്കുമ്പോൾ തീരെയില്ല. കള്ളും കുടിച്ച് തോന്നിയ പോലെ നടക്കുവല്ലേ? ഞാനൊരു നെടുവീർപ്പോടെ പറഞ്ഞു. അപ്പുറത്ത് നിശബ്ദത തന്നെ. നീ ഫോൺ അവിടെയെങ്ങാനും വെച്ചിട്ട് പോയോ? അറിയണമല്ലോ. അല്ല മനുഷ്യ, നിങ്ങൾ കള്ളുടി മാത്രമേ ഉള്ളൂ അതോ പെണ്ണുപിടിയുമുണ്ടോ? നിന്റെ തന്തയുടെ സ്വഭാവമല്ല എനിക്ക്. അപ്പുറത്തുനിന്ന് മറുപടി വന്നു. ഗുഡ്. അപ്പോൾ ആൾ അവിടെ തന്നെ ഉണ്ട്. എന്നാൽ എന്റെ അച്ഛനെ പറഞ്ഞ സ്ഥിതിക്ക് വിടാൻ പാടില്ല. എന്റെ തന്തയുടെ സ്വഭാവം എങ്ങനെ നിങ്ങൾക്ക് കിട്ടാനാ?
അങ്ങേര് കെട്ടിയ പെണ്ണിനെ അന്തസ്സായി വീട്ടിൽ കൊണ്ടുവന്ന് പൊറപ്പിക്കുക, അല്ലാതെ നിങ്ങളെപ്പോലെ കല്യാണം കഴിഞ്ഞ പെണ്ണിനെ കാല് പിടിച്ച് അവളെ വീട്ടിലോട്ട് പറഞ്ഞു വിടുവല്ലായിരുന്നു. അതോടെ ഫോൺ കട്ടായി. ആഹാ, എന്താ ഒരു ആശ്വാസം! നല്ലത് കൊടുത്ത് മനസ്സിൽ ഒരു തൃപ്തി. എന്നാലും ഈ കള്ളുകൂടി അങ്ങനെ വിടാൻ പാടില്ലല്ലോ. അന്ന് അതായിരുന്നു ചിന്ത. പിറ്റേ ദിവസം കോളേജിൽ നിന്ന് രേവുവിനെ വീട്ടിലാക്കിയ ശേഷം നേരെ പോയത് മാളിനടുത്തുള്ള ബിവറേജ് ഷോപ്പിലേക്കാണ്. ഊഹിച്ചതുപോലെ തന്നെ ദേ ക്യൂവിൽ വിരിഞ്ഞു നിൽപ്പുണ്ട് എന്റെ കണവൻ. പിന്നെ ആലോചിച്ചില്ല, സ്കൂട്ടി അവിടെ ഒതുക്കി ഞാൻ അങ്ങോട്ട് ചെന്നു. നീ എന്താ ഇവിടെ? അന്തവിട്ട് ശിവേട്ടൻ ചോദിച്ചു. കെട്ടിയവന് കള്ളു വാങ്ങാൻ വന്നതാ. ഭർത്താവിന് ഇഷ്ടമുള്ള വാങ്ങിക്കൊടുക്കണമല്ലോ. ക്യൂവിൽ നിൽക്കുന്ന ആളുകൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പേടി എന്നെ അറിയാവുന്ന ആരേലും ആ പരിസരത്തുണ്ടോ എന്നായിരുന്നു. രണ്ടും കൽപ്പിച്ചുള്ള നിൽപ്പായിരുന്നു എന്റേത്. എന്നാലും ആ ഭയമൊന്നും എന്റെ മുഖത്ത് വരാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചു. നാശം! അതും പറഞ്ഞ് ശിവേട്ടൻ ക്യൂവിൽ നിന്നിറങ്ങി ഓട്ടോയിലേക്ക് കയറി. ഞാനും വിട്ടില്ല, നേരെ പിറകെ വിട്ടു. ആളിഞ്ഞ ഒരിടത്ത് എത്തിയതും ശിവേട്ടൻ ഓട്ടോ ഒതുക്കി പുറത്തേക്കിറങ്ങി. ഞാനും വണ്ടി ഒതുക്കി. ഇന്ന് രണ്ടിലൊന്നും എനിക്കറിയണം. നീ ഇത് എന്ത് ഭാവിച്ചാടി പുല്ലേ എന്റെ പുറകെ കൂടിയിരിക്കുന്നത്? ഭർത്താവിന്റെ കാലടികളെ പിന്തുടരണമെന്നല്ലേ പതിവിധ ധർമ്മം. അത് പഠിക്കുക ഞാൻ, ചിരിയോടെ പറഞ്ഞു. അബദ്ധത്തിൽ താലി കെട്ടിയെന്ന് വിചാരിച്ച് ഒരുത്തിയും ഭാര്യ ആവില്ലടി. നിന്നെ എനിക്ക് തീരെ ഇഷ്ടമല്ല. ആ സ്ഥിതിക്ക് ഈ ഭാര്യ പദവിയും കൊണ്ട് നീ പിറകെ നടന്നിട്ട് ഒരു കാര്യവുമില്ല. നീ നിന്റെ തന്തയുമല്ല എന്റെ മുന്നിൽ നികൃഷ്ട ജീവികളാ. സ്തബ്ധിച്ചു നിൽക്കുവായിരുന്നു ഞാൻ അവിടെ. ഉടുപ്പ് നനയുന്ന അനുഭവപ്പെട്ടപ്പോഴാണ് കരയുകയായിരുന്നു എന്ന് പോലും തോന്നിയത്. ഞാൻ എന്തെങ്കിലും പറയും എന്ന് പ്രതീക്ഷിച്ചാവും ഒറ്റയാൻ എന്നെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. കണ്ണീര് തുടച്ച് ഞാൻ തിരികെ നടന്നു. ഒറ്റയാൻ അപ്പോഴും അവിടെ നിൽപ്പുണ്ടായിരുന്നു. ശിവന് ആകെ വല്ലായ്മ തോന്നി. നാശം പിടിക്കാൻ, ഇടം വലാൻ തിരിയാൻ സമ്മതിക്കാതെ ആ പെണ്ണ് ശല്യപ്പെടുത്തിയപ്പോൾ അപ്പോഴത്തെ ദേഷ്യത്തിന് വായിൽ വന്ന് വിളിച്ചു കൂവിയതാണ്. ചൊറിഞ്ഞൊരു മറുപടിയാണ് തിരികെ പ്രതീക്ഷിച്ചത്. അങ്ങനെയാണല്ലോ ശീലവും. ഇതിപ്പോ പെണ്ണ് നിന്ന് കരയുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ആകെ പുലിവാലായല്ലോ. ഓരോന്ന് ആലോചിച്ച് വട്ടുപിടിച്ച് നിന്നപ്പോഴാണ് ഫോൺ റിങ് ചെയ്തത്. എടുത്തു നോക്കിയപ്പോൾ കൂട്ടുകാരൻ ഗോപനാണ്. ഹലോ അളിയാ, കുപ്പി കിട്ടിയാ? ഇവിടെ മനുഷ്യൻ ആകെ പെട്ടു നിൽക്കുക. അപ്പോഴാണ് അവന്റെ കുപ്പി അന്വേഷണം. ഇല്ല. അതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ഒരു സെക്കൻഡ് കഴിഞ്ഞില്ല, ദേ ഗോപൻ തണ്ടി പിന്നെയും വിളിക്കുന്നു. പണ്ടാരമുടങ്ങാൻ, ഇവരൊക്കെ വല്ല കല്യാണവും കഴിച്ച് അടങ്ങൊതുങ്ങി ജീവിച്ചൂടെ? അതും ചിന്തിച്ച് ഫോൺ ഓഫ് ചെയ്തു വെച്ചു. അല്ലെങ്കിൽ അവൻ വിളിച്ചുകൊണ്ടിരിക്കും. പിന്നൊരു സുഖം തോന്നിയില്ല. അതുകൊണ്ട് വീട്ടിലേക്ക് വിട്ടു. മുറിയിലേക്ക് ചെന്ന് മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. ഷേ, വേണ്ടായിരുന്നു. പറഞ്ഞു മനസ്സിലാക്കിയാൽ മതിയായിരുന്നു. അതെങ്ങനെയാ? കുരിപ്പിന്റെ വായിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്നത് കേട്ടാൽ കൈയില്ലാത്തവനും കൈ പണിഞ്ഞടിക്കും. പിന്നെങ്ങനെയാ? എന്തായാലും ഇന്ന് വിളിക്കുമ്പോൾ കുറച്ച് മയത്തിലൊന്ന് സംസാരിക്കാം. നമ്മളായിട്ട് ആരെയും മനസ്സ് നശിപ്പിച്ചെന്ന് വേണ്ട. ഓരോന്ന് ചിന്തിച്ച് കണ്ണടച്ച് കിടന്നു. തലയിൽ ആരോ തലോടുന്ന പോലെ തോന്നിയപ്പോഴാണ് കണ്ണു തുറന്നത്. നോക്കുമ്പോൾ അമ്മതേ ചരടും പിടിച്ചു നിൽക്കുന്നു. വല്ലതും പറഞ്ഞാൽ കൂടിപ്പോവും എന്ന് തോന്നിയത് കൊണ്ട് അത് വാങ്ങി വെച്ചു. മണി 10 11. ഇവിടുത്തെ എന്താ വിളിക്കാത്തെ? 7 മണി മുതൽ ഫോണും പിടിച്ച് നടപ്പാണ്. കുരിപ്പിന് ഉറങ്ങിപ്പോയി കാണുമോ? ഒന്ന് അങ്ങോട്ട് വിളിച്ചു നോക്കിയാലോ? ഷേ, അത് വേണ്ട, ശരിയാവില്ല. എന്നാലും അവളൊരു അഹങ്കാരിയാ. മനുഷ്യന് ഒന്ന് താഴ്ന്നു കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ വിളിക്കാതിരിക്കുന്ന കണ്ടില്ലേ? 12 മണി കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഫോൺ വിളിക്കില്ലെന്ന്. പുല്ല്, ഇവൾ വിളിച്ചില്ലേ, എനിക്കെന്താ? അലയിൽ തന്നെ അവൾ എന്തിനാ നിന്ന് മൂങ്ങിയേ? എനിക്ക് അവളോട് പ്രേമമൊന്നുമില്ലെന്ന് അവൾക്കറിയാമല്ലോ. പിന്നെ കരയേണ്ട കാര്യം എന്താ? പോകാൻ പറ. അതും ചിന്തിച്ച് ഉറങ്ങാൻ കിടന്നു. 1 മണിക്കൂറായിട്ടും ഉറക്കം വന്നില്ല. നാശം! കണ്ണടച്ചാൽ പെണ്ണിന്റെ കരയുന്ന മുഖമാ തെളിയുന്നേ. ഇതെന്താ ഇങ്ങനെ? ഇനി എനിക്ക് വല്ല പ്രേമവോ? ഏയ്, എനിക്കൊരിക്കലുമില്ല. ഇതിപ്പോ ആദ്യമായിട്ട് ഒരു ചെറുപ്പക്കാരി പെണ്ണ് എന്റെ മുന്നിൽ നിന്ന് കരയുന്നത്. പോട്ടെ, നാളെ അവളെ കാണുമ്പോൾ ഒന്ന് താഴ്ന്നു കൊടുത്തേക്കാം. നമ്മളായിട്ട് ആരെയും കരയിപ്പിച്ചെന്ന് വേണ്ട. ദേഷ്യം സഹിക്കാൻ വയ്യാതെ ശിവൻ കൈചുരുട്ടി ഭിത്തിയിലിടിച്ചു. നാശം! ഏത് നേരം കെട്ട നേരത്താണോ എനിക്ക് ആ ശവത്തിനെ കാണാൻ തോന്നിയത്? പോകേണ്ട ഒരു ആവശ്യവുമില്ലായിരുന്നു. രാത്രി ഒരു പോള കണ്ണടച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു പെങ്കൊച്ചല്ലേ, പോട്ടേന്ന് കരുതി അതാ രാവിലെ എഴുന്നേറ്റ് നേരെ അവളെ കാണാൻ പോയി. അതും അവൾ വാങ്ങിത്തന്ന കൂറ ഷർട്ടും വലിച്ചു കയറ്റി. എന്നിട്ടിപ്പോ എന്തായി? കോളേജിനടുത്ത് ചെന്ന് 3/4 മണിക്കൂറോളം കുറ്റിയടിച്ച് നിന്ന് അവസാനം അവൾ വന്നപ്പോൾ അവൾക്ക് നമ്മളെ മാത്രം കാണാൻ പറ്റുന്നില്ല. ചിലപ്പോൾ കാനലിട്ടാവും എന്ന് കരുതി പേര് വിളിച്ചതും എന്നിട്ട് മൈൻഡ് പോലും ചെയ്യാതെ അവള് പോയി. അവളുടെ ഒടുക്കത്ത് ജാട. ഈ ശിവൻ അവൾക്ക് ശരിക്കും അറിയാൻ പാടില്ല. വൃത്തികെട്ട ശവം. അല്ല, ആ തന്തയുടെ അല്ലേ വിത്ത്. ഇങ്ങനെ ആയില്ലെങ്കിലേ അതിശയം.
എന്നാലും ആലോചിച്ചിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഇങ്ങനൊരു അപമാനം. അമ്മിക്കല്ലരച്ച് സോഡാ വെള്ളത്തിൽ കലക്കി കുടിക്കണം ശവത്തിന്. അല്ല, ഇവള് മൈൻഡ് ചെയ്തില്ലെങ്കിൽ എനിക്കെന്താ? പിന്നെ ഇവളെന്താ കരുതി വെച്ചിരിക്കുന്നേ? എനിക്ക് അവളോട് പ്രേമമാണെന്നോ? അതിന് ശിവൻ ഒന്നുകൂടെ ജനിക്കണം. അഹങ്കാരി, വൃത്തികെട്ടവൾ. എന്തൊക്കെ പറഞ്ഞിട്ട് മനസ്സിനൊരു സുഖം കിട്ടുന്നില്ലല്ലോ ഈശ്വരാ. എന്താ മോനെ, എന്തു പറ്റി? എന്താ നീ ഇങ്ങനെ പിറുപിറുക്കുന്നേ? അമ്മ ചോദിച്ചപ്പോഴാണ് ഇത്രയും നേരം ഇവിടെ ഇരുന്ന് പിറുപിറുക്കുമായിരുന്നു എന്ന് ബോധം വന്നത്. മറുപടി ഒന്നും മനസ്സിൽ വന്നില്ല. രാവിലെ കാപ്പി പോലും കുടിക്കാതെ ഇറങ്ങിപ്പോയതല്ലേ? എന്തോ അത്യാവശ്യം ഉണ്ടെന്നും പറഞ്ഞ് പോയതല്ലേ? നീ എന്നിട്ടെന്താ തിരിച്ചു വന്നത്? എന്തു പറ്റി? പോയ കാര്യം നടന്നില്ലേ? എന്റെ അമ്മയെ ഒന്നുമില്ല. അമ്മ ഒന്നും മിണ്ടാതിരിക്കെ, ഞാനും സ്വസ്ഥമായിരുന്നോട്ടെ. നിനക്കിപ്പോൾ സ്വസ്ഥതക്കേട് വരാൻ കാര്യമെന്താ എന്നല്ലേ ചോദിച്ചേ? ഇനിയും ഇരുന്നാൽ അമ്മ എന്തേലും കുത്തി ചോദിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് എഴുന്നേറ്റ് പോകാൻ ഇറങ്ങി. ആ ചരട് കയ്യിൽ കെട്ടാൻ പറഞ്ഞാൽ കേൾക്കില്ല. ഇന്നലെ ഭദ്രമോളും പറഞ്ഞു നല്ല ശക്തിയുള്ള ചരടാണെന്ന്. അത് കേട്ടതും സമനില തെറ്റി. ഭദ്രമോളോ? എന്ന് മുതലാ ഈ മോളെയൊക്കെ നിങ്ങൾ ലാളിക്കാൻ തുടങ്ങിയേ? ഒരു മോള് വന്നിരിക്കുന്നു. അമ്മ അന്തം വിട്ട് നോക്കുന്നുണ്ടായിരുന്നു. ഒരു കാര്യം ഞാൻ പറയാം. ഇനി ആ ശവത്തിനെ ഈ പരിസരത്ത് എവിടെയെങ്കിലും കണ്ടാൽ വലിച്ചേറി 16 ഭിത്തിയിലൊട്ടിച്ചിരിക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട, ഒരു മോള്. നിനക്ക് എന്തു പറ്റി ശിവ? നിന്നെ ദീവേട്ടനെങ്ങാൻ എന്തേലും പറഞ്ഞോ? ഇനി എന്നെ എന്തേലും പറഞ്ഞാൽ അങ്ങേ വിവരം അറിയും. അല്ല, എന്തിനാ പറയുന്നേ? ഒരെണ്ണത്തിന് പടച്ചു വിട്ടിട്ടുണ്ടല്ലോ ബാക്കിയുള്ളവരുടെ ജീവിതം കുട്ടിച്ചോറാക്കാൻ. ജംഗ്ഷനിൽ എങ്ങാനും പോയി നിൽക്കാം, സ്വസ്ഥ കിട്ടട്ടെ. അതും പറഞ്ഞിറങ്ങി. പെട്ടെന്ന് ശിവേട്ടൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ തകർന്നുപോയി. അങ്ങേർ എന്നോട് പ്രേമമൊന്നുമില്ല എന്നെനിക്കറിയാം. എന്നാലും മുഖത്ത് നോക്കി വെറുപ്പാണെന്ന് പറയുമെന്ന് പ്രതീക്ഷിച്ചില്ല. അതാ കരഞ്ഞുപോയത്. രേവുവിന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൾ കുറെയൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. ആലോചിച്ചപ്പോൾ എനിക്കും തോന്നി അവൾ പറയുന്നതിൽ കാര്യമുണ്ടെന്ന്. പെട്ടെന്ന് കയറി ഐ ലവ് യു പറയാൻ എന്നെ കണ്ട് മയങ്ങി വന്നതൊന്നുമല്ലല്ലോ ആൾ. വീട്ടിൽ ചെന്നപ്പോൾ അച്ഛൻ ബിസിനസ് ആവശ്യവുമായി 1 മാസം ബാംഗ്ലൂർക്ക് പോണെന്ന് പറഞ്ഞു. കൂടെ വിഷ്ണുവേട്ടനും. വല്ലാത്ത വിഷമമായി പോയി. രണ്ടാളും പോയാൽ വീട് ഉറങ്ങിയ പോലെയാ. രാവിലെ 4 മണിക്ക് രണ്ടാളും പോകുമെന്ന് പറഞ്ഞതുകൊണ്ട് രാത്രി ഉറങ്ങിയതേയില്ല. വെളുക്കും വരെ കത്തിവെച്ചു. ഒടുക്കം അമ്മ വന്ന് കണ്ടുട്ടിയപ്പോഴാണ് സഭ പിരിച്ചുവിട്ടേ. റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ മണി 1 ശിവേട്ടൻ ഉറങ്ങിക്കാണുമെന്ന് തോന്നി. മാത്രവുമല്ല എന്നെ വഴക്കു പറഞ്ഞതല്ലേ, അതുകൊണ്ട് ഫോൺ ചെയ്യേണ്ടെന്ന് വെച്ചു. എന്നാലും രാവിലെ എന്നെ കാത്തു നിൽക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അതും ഞാൻ വാങ്ങിക്കൊടുത്ത ഷർട്ടുമിട്ട്. പാവൻ രേവുവിന്റെ കണ്ണ് തള്ളിപ്പോയി. താങ്ങി പിടിച്ചാണ് അവളെ ഞാൻ ക്ലാസ്സിൽ കൊണ്ടുപോയി. കോളേജിനുള്ളിൽ ശിവേട്ടൻ നിൽക്കുന്ന കണ്ടപ്പോൾ ആദ്യം തള്ളിയത് എന്റെ കണ്ണാണ്. കുറച്ച് അഹങ്കാരമൊക്കെ തോന്നിപ്പോയി. അപ്പോൾ ഞാൻ കരഞ്ഞാലും പൊള്ളും. അതൊരു പുതിയ അറിവായിരുന്നു. അതുകൊണ്ടല്ലേ രാവിലെ ഇവിടെ വന്ന് പോസ്റ്റ് ആയത്. ഉള്ളത് പറഞ്ഞാൽ അങ്ങേരെന്നെ കെട്ടിപ്പിടിച്ച് ഐ ലവ് യു എന്ന് പറഞ്ഞെങ്കിൽ പോലും എനിക്ക് ഇത്രയും സന്തോഷം തോന്നില്ലായിരുന്നു. എന്തായാലും കുറച്ചു ദിവസം ഇങ്ങനെ പോട്ടെ, എങ്കിലേ മെരുങ്ങൂ.